ഇതൊന്ന് ക്യാമറയിലോട് നിർത്താണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം പോയിട്ട് സുധിയേട്ടനെ ഞാൻ എന്റെ ആർമി എന്തായാലും അത് കട്ട് ചെയ്തിട്ടോളും. ഞാൻ ഇവിടെ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. റെനാസുന കുറച്ചുപേർക്ക് ഈ പേര് കേൾക്കുമ്പോ ചൊറിഞ്ഞു വരും. ക്ഷമിക്കുക ആരാധകര്, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ റെനാസുനയെ പറ്റി നമുക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റെനാസുനയെ കാണാനില്ല എന്ന് പറയുന്ന പോസ്റ്ററൊക്കെ പലയിടത്തും അടിച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ടു. റെനാസുനയെ കാണാനില്ല. എന്തെങ്കിലും ഒരു കണ്ടന്റ് തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത് പുറത്തായിരുന്നെങ്കിൽ ഇത് 100 കണ്ടന്റുകൾ നമുക്ക് തന്നേനെ. പക്ഷെ ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം കണ്ടന്റ് കാണുന്നില്ല. ഒരിടത്തിരുന്ന് ചൊറിയുന്നു, മറ്റൊരിടത്തിരുന്ന് ക്യാമറയെ നോക്കി പറയുന്നു. പക്ഷേ ആരാധകരെ വിഷമിക്കേണ്ട, ഇന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇന്ന് വളരെ ഉജ്ജ്വലമായി, വളരെ ആക്റ്റീവായി, തുള്ളിച്ചാടിയും താടുന്ന ഒരു മാൻപേടയെ പോലെ റെനാസുന വന്നിട്ടുണ്ട്. ആ സീനൊക്കെ ഞാൻ കാണിച്ചത്. ഇന്ന് ഒരുപാട് കാണിക്കാനുണ്ട്. അതിനുശേഷം എനിക്ക് PR ഉണ്ട് എന്ന് വരെ റെനാസുന സമ്മതിക്കുന്ന ക്ലിപ്പ് വരെ ഞാൻ ഇവിടെ കാണിക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടമല്ലേ? അതിന് മുമ്പ് ഇവിടെ റെനാസുനയുടെ തലയിൽ പേൻ പുഴുത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോരുത്തർ പറയണ നീ പോയി കോരിക്കുറേ, നീ പോയി മരുന്ന് വാങ്ങിച്ചു വിടറേ എന്നൊക്കെയാണ് പറയുന്നത്. ഈ റെനാസുന ക്യാമറയിൽ പോയി ഇരുന്ന് ഇങ്ങനെ കരയുമ്പോ പിന്നെ അവൾക്ക് കരഞ്ഞുകൂടെ, അവളെ കൊച്ചിനെ നോക്കി കരഞ്ഞുകൂടെ, നിനക്ക് ഇത്ര കടി എന്ത് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, ഓക്കെ, നിങ്ങളുടെ എല്ലാം ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു. പക്ഷെ ആ വീട്ടിനകത്ത് ഉള്ളവർ എന്നെ പറയണ്ടേ? ആ വീട്ടിനകത്ത് സത്യം പറഞ്ഞു ഇന്ന് ഞാനത് കേട്ട് ചിരി അപ്പോ ആദ്യം നമ്മുടെ അവിടെ കലാഭവൻ സരിക, അക്ബർ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വേറെ ആരെ കൊണ്ട് സൈത്യ, അവരെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവരൊരു കോൺവെർസേഷൻ, കുറച്ച് കൂടുതലുണ്ട്, ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ. ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. മറ്റതിനെ കുറിച്ചല്ല, നമ്മുടെ റെനാസുനയെ കുറിച്ചാണ് കോൺവെർസേഷൻ. അതായത് നമ്മുടെ കലാഭവൻ സരികയും റെനാസുനയും ഒത്ത് ഒരു ബെഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അവൾക്ക് അറിയാം. അപ്പോൾ റെനാസുനയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ചിരിക്കരുത്. മൂപ്പയ്ക്ക് ഫുള്ള് ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. 71 ക്യാമറയിലോട് നിർത്താണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം പോയിട്ട് സുധിയേട്ടനെ ഞാൻ ഈ സാധനങ്ങളാണ് മൊത്തം കൊടുത്തോളൂ. 71 ക്യാമറ മാറി കിച്ചോട്ടനൊന്ന്, പിന്നെ ഋതപ്പനൊന്ന്, ഈ സാധനം ഇവര് ഡെയിലി ചെയ്യുന്നുണ്ട്. ഇന്നലെ മുടങ്ങാതെ 71 ക്യാമറയിലും മുടങ്ങാതെ ഡെയിലി വന്ന് എന്റെ സുധിയേട്ട അതേ ഉള്ളടെ ഒരു കണ്ടന്റ് അത് വെച്ച് ഡെയിലി പറയുന്നുണ്ടെന്ന് പറയും. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഇവള് പറയുന്നത് മാത്രം എന്തിനടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. പക്ഷെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാണില്ല. 24 മണിക്കൂർ ആകെ കൂടി ഒരു കണ്ടന്റ് കിട്ടുന്നത് എന്താണ്? ഈ പറയുന്ന ക്യാമറയിലെ മുന്നിൽ വന്നിട്ട് എന്റെ സുധിച്ചേട്ടാ ഈ ഒരു കണ്ടന്റ് കൊണ്ട് എത്ര കാലം. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് PR-ന്റെ പണിയാണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ പറയുന്ന ക്യാമറയുടെ മുന്നിൽ നിന്ന് കുറച്ച് മോങ്ങിയാൽ മതി, കുറച്ച് വീട്ടുകാരെ ആലോചിച്ച് സുധിച്ചേട്ടനെ വിളിച്ച് കരഞ്ഞാൽ മതി. വോട്ടിങ് ധാരധാരയായി വരും. കഴിഞ്ഞ വട്ടം ജിൻഡ കേട്ടാ മോഷണ കുറ്റത്തിൽ ഒരകത്തായി, പെണ്ണ് കേസ്, മോഷണം, പിന്നെന്തൊരു ഡ്രഗ്സ്, എല്ലാത്തിനും ഉണ്ട്. അതുപോലെ ജയിപ്പിച്ചവന്മാരാണ് ഇവളെ PR. മനസ്സിലായോ? ഇനിയുണ്ട്, പോവരുത്. ഇവിടെ എന്ത് വിഷയം നടക്കുന്നതൊന്നും ഓർക്കൊരു പ്രശ്നേ അല്ല. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം നടക്കുമല്ലോ. ഞാൻ അടക്കളയെന്ന് പറഞ്ഞപ്പോ ഇജ്ജുണ്ടല്ലോ അവിടെ. അവർക്ക് ഡെയിലി അറിയാം. അപ്പൊ എന്റെ അടുത്ത് വന്ന് എനിക്ക് എന്താ ദേഷ്യം അറിയോ? ഇവിടെ നമ്മളെല്ലാം ഇങ്ങനെ ഗെയിം കളിക്കുന്നു, കഷ്ടപ്പെട്ട് ചില വിഷയത്തിൽ നീ പറഞ്ഞ പോലെ ഇടപെടണ്ടെന്ന് വിചാരിച്ചാലും ഇടപെട്ടില്ലേ, മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടപെടുന്നു. ഒരാള് മാത്രം ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നിൽക്കുന്നു. ഫുൾ റെസ്റ്റ്. പിന്നെ ഈ കട്ടുമ്പോ കിടന്നിട്ട് ഈ രാത്രി അതായത് നമ്മളല്ല ഇവിടെ കിടന്നുകൊണ്ട്, അല്ല നമ്മളല്ല എന്ന് പറയുമ്പോൾ താങ്കൾ ഇവിടെ എന്ത് പരദൂഷണം അല്ലാതെ വേറെ ഒന്നും പറയാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിവിടെ പറയാം. നിങ്ങൾ പറയാനൊക്കെ ശരി തന്നെയാണ്. ഇത് താങ്കൾ ഇവിടെ എന്താണ് ചെയ്തത്? എന്തായാലും റെനാസുനെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആണ്. അപ്പൊ ഒരു പണിയില്ല. നമ്മൾ ഇവിടെയൊക്കെ കിടന്ന് പണി ചെയ്യുന്നു, ടാസ്ക് ചെയ്യുന്നു, അടി ഉണ്ടാക്കും. പക്ഷെ ഒരാള് ഇവിടെ വന്നിരുന്ന് കട്ടിൽ വന്നിരുന്ന് അയ്യോ എനിക്ക് എന്റെ സുധിച്ചേട്ടാ എന്ന് പറയുന്ന വിളി മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനിയാണ് അടുത്തത്, ഇതിന്റെ ഹൈലൈറ്റ് വരുന്നതേ ഉള്ളൂ. വരും അവിടെയൊക്കെ അടിയും ബോളൊക്കെ നടന്ന് നമ്മള് കച്ചറയൊക്കെ ഉണ്ടാക്കി വന്നേ.
എന്റെ പള്ളി ഡേയ് മോശമായിപ്പോയി. അതായത് നമ്മളൊക്കെ കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോ ഇവിടെ റിനാസിനെ ഇങ്ങനെ ചൊറിഞ്ഞെടുത്തിടുമെന്നാ പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കണേ. നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ അതിനകത്ത് എന്ത് കിടക്കും നമ്മൾ പറയും. എല്ലാവരും എന്നെ പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയൊക്കെ ഈ പറയുന്ന റിനാസുനിയുടെ സ്ക്രീൻ കാണിക്കും അവിടെയൊക്കെ അവിടെ ചൊറിച്ചില്ല. അപ്പൊ അവര് പറയണത് ശരിയല്ലേ, പേൻ പുഴുത്ത് കിടക്കണം, കുളിക്കണം, തല നനയ്ക്കണം, തലയെ വല്ല സോപ്പ് ഷാമ്പു ഒന്നിലിട്ട് തേച്ച് കുളിക്ക്. ഈ ചുമ്മാ ഈ പാനിനെ ഇങ്ങനെ അടത്തിടാൻ വേണ്ടിയിട്ട് ഒരു നാമന്മാരൊക്കെ വേണ്ടേ? എപ്പോ ഈ സൂചിച്ചേട്ടം എന്ന് പറഞ്ഞ കണ്ടന്റ് കൊണ്ട് എത്ര കാലം നീയൊക്കെ ഇവിടെ സർവൈവ് ചെയ്യും? നടക്കില്ലേ റിനാസുന? ഇതൊന്നും പറ്റത്തില്ല, മോശമാണ്. അവര് തന്നെ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും മോശമല്ലേ? ഇത് കേട്ട് കുറെ പേർക്ക് പിന്നെ സഹതാപം വരും. പെൺകുട്ടിയെ കളിയാക്കുന്നത് കണ്ടോ, അവൾക്ക് പേൻ പുഴുത്തെങ്കിൽ എന്താ പ്രശ്നം? പേന് പുഴുക്കില്ലേ? അവള് കുളിക്കാതിരിക്കണമെങ്കിൽ എന്താ പ്രശ്നം? കുളിച്ചാൽ ഇവിടെ മാസങ്ങളോളം കുളിക്കാതിരിക്കുന്നവരില്ലേ? അവൾ ഭർത്താവിനെ കുറിച്ച് കരഞ്ഞ് ക്യാമറതോടും 72 ക്യാമറതോടും കിടന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താ? അവള് പറയട്ടെ, അവളാണോ ആദ്യമായിട്ട് പറഞ്ഞു? ഇങ്ങനെ ന്യായീകരിക്കുന്ന കുറെ എണ്ണം വരും. ഇപ്പൊ ബിഗ് ബോസ് ഈ സത്യം ബിഗ് ബോസ് പെട്ട് ഈ ആരാധക വൃന്ദങ്ങൾ വളരെ സോഷ്യൽ മീഡിയ താരം അങ്ങ് ജപ്പാനിൽ വരെ ആരാധകരുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ വന്ന് ഇന്നത്തെ ടാസ്കിൽ അവൾ തന്നെ തീരുമാനിച്ചു ഞാനൊരു ആമയാണ്, ഞാൻ പയ്യെ പോകും, പക്ഷെ ഞാൻ വിജയിക്കുമെന്ന് പറയുന്നത്. പക്ഷെ ഇവളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഈ പറയുന്ന ക്യാമറ നോക്കിയുള്ള ആക്ടിങ് ആണ്. ക്യാമറ നോക്കി മൊത്തം എന്റെ സുഹൃത്തേട്ടാ ചിലപ്പോ ടോണ് മാറും, ഇടയ്ക്കിടയ്ക്ക് കരയുന്നു, എന്റെ തത്തമ്മേ എന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്യുക. ഇതുവഴി പിന്നെ സഹതാപ തരംഗങ്ങൾ കൊണ്ടുവരിക. ഇതാണ് കേട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലേ സ്വന്തം. എന്നിട്ട് ഇവള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് പിന്നെ നോമിനേറ്റ് ചെയ്തത് അത് ഈ പറയുന്ന റിനാസുനയ്ക്കാണ്. തന്നെയല്ലേ? ഞാൻ ഓർക്കുന്നില്ല എന്നാ അവള് പറയുന്നത്. പക്ഷെ പോണൂല്ലെന്ന്. അങ്ങനെയൊന്നും പോകൂല. അങ്ങനെയൊന്നും ബീബി എടുത്ത് വെളിയേറിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരു 19 ദിവസം ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കണ്ടന്റും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു രക്ഷയില്ല. നമുക്കെങ്കിലും വീഡിയോ ഇടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ്, നീ വാ തുറന്ന കണ്ടന്റ് ആണ്, ഒന്ന് മൊഴിഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം. ഇനി ആരാധകർ വിഷമിക്കണ്ട, ഈ റിനാസുനിയുടെ ആരാധകർ ഒട്ടും വിഷമിക്കണ്ട. ഇന്ന് തക്ക് ഡയലോഗ് അടിച്ചുകൊണ്ട് നമ്മുടെ റിനാസുന വന്നിട്ടുണ്ട്. അതും കൂടി കണ്ടോ. ഫാൻസ് കയ്യടി. കാരണം അതിലാവണിക്കല്ലേ ഇതുപോലെ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഡയലോഗ് ഒന്ന് സൂപ്പർ ഡയലോഗ് ഒന്ന് റിനാസുനെ പറയേണ്ടത്. ഇനി റിനാസുനത്തിന്റെ ഞാൻ PR കൊടുത്തതിന് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. ആ സാധനം കൂടി കേട്ടാലോ? കേക്കാം. ഞാൻ വന്ന് ഡയലോഗ് കേട്ടാണ്. എന്റെ ആർമി എന്തായാലും അത് കട്ട് ചെയ്തിട്ടോളൂ. കേട്ടാ വല്ല ആണ്ടിലും ആവണേക്ക് അവളൊരു ഡയലോഗ് പറഞ്ഞു. ബെന്നി ഞാൻ പറഞ്ഞ ഡയലോഗ് നീ കേട്ടായിരുന്നോ? എന്ത് ഡയലോഗ്? ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളെ കാണിച്ചില്ലേ വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞ ഡയലോഗ് നീ കേട്ടായിരുന്നോ? എന്റെ ആർമി അത് കട്ട് ചെയ്തിട്ടോളും. അറിയാതെ പറഞ്ഞു പോയതാണ്. എന്റെ ആർമി അത് കട്ട് ചെയ്തിട്ടോളും. ഉടനെ തൊട്ടടുത്ത് ഞാൻ നോറാതെ പിടിച്ച് നീ ഇപ്പൊ PR ഒക്കെ കൊടുത്തിട്ട് കിട്ടാണ് നീ വന്നത്. അങ്ങനെയൊന്നുമില്ല, ഏതൊക്കെ ഒരു ആർമി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവസാനം ഇത് പിടിച്ചേക്കാൻ വേണ്ടി ഞാൻ വരും മുമ്പേ കണ്ട് രേണു സുധി ആർമി എന്ന്. അതെങ്ങനെയടേ? ഇവള് ഇതിനകത്ത് കയറും മുമ്പേ അവള് കണ്ടുവന്നു. അതായത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്ന ഒരു വലിയ കള്ളമാണ്. ഞാൻ ബിഗ് ബോസ് വരും മുമ്പേ രേണു സുധി ആർമി എന്ന് കണ്ടത്. സത്യം പറയാമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ഈ പറയുന്ന വാ തുറന്നു കഴിഞ്ഞാൽ ബ്ലണ്ടറുകളും കള്ളങ്ങളും അറിയാതെ പിടിച്ചേക്ക് അറിഞ്ഞൂടാ. ഈ വായി തോന്നുന്ന അങ്ങ് വിളിച്ചു പറയും, എന്നിട്ട് അവിടെ കിടന്ന് ഉരുളും, എന്നിട്ട് കള്ളം പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 100 കള്ളമായിട്ട് പുറത്തൂടെ പറയും. ഇതാണ് സംഭവം. അപ്പം കൃത്യമായിട്ട് ഈ പറയുന്ന 1-2 കൊല്ലം അല്ലടേ, ഞാൻ സത്യം പറഞ്ഞ ഒരു 6 കൊല്ലം കൊണ്ട് റിവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരുത്തന്നെ PR കൊടുക്കണം, അതിന്റെ വർക്കൊക്കെ കണ്ട് മടുത്ത്. ഇത് കൃത്യമായിട്ട് PR ആണെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാം. കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ടുള്ളത് ഈ റിനാസുനയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര എവിഡന്റ് ആയിട്ട്. കാരണം വേറെ ഗെയിമിലൊന്നും കളിക്കുന്നില്ല. അവൾ എവിടെയെങ്കിലും പോയിരിക്കുന്നു, ഇവള് പറയുന്നില്ലേ 72 ക്യാമറയുടെ ഫ്രണ്ടിൽ ഡെയിലി ഇത് പറയുന്നുണ്ട്. ഡെയിലി ഓടി ഇടന്ന് സുയിത്തേട്ട എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ബിഗ് ബോസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും കണ്ടന്റ് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, അത് മാത്രം ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുക.
കുറെ അമ്മമാര്, കുറെ പാവപ്പെട്ട സ്ത്രീകൾ ഇത് കാണുമ്പോൾ പിന്നെ മനസ്സലിഞ്ഞ് വോട്ട് കൊടുക്കും. ഇനി എത്രയൊക്കെ നമ്മൾ PR എന്ന് പറഞ്ഞാലും എത്രയൊക്കെ അത് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇവർക്കത് മനസ്സിലാവത്തില്ല. ഇവര് കൊണ്ട് വോട്ട് തള്ളിക്കൊടുക്കും. എന്തായാലും നമ്മളെ കലാഭവൻ സരിക നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഇങ്ങനെയൊക്കെ പേനൊക്കെ നുള്ളി എടുത്തുകൊണ്ട് നിങ്ങൾ ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞരുത്. അതൊക്കെ വ്യക്തി ആക്ഷേപമല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. നിങ്ങൾ എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യുന്നത്? അവിടെ എവിടെയും കിടന്നുകൊണ്ട് കുശുമ്പോ കുഞ്ഞായും ആ ഗ്രൂപ്പിനകത്ത് കയറിയുന്നുണ്ട് കുറെ പരദൂഷണം അല്ലാതെ നിങ്ങൾ വേറെ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ രണാസുനേരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ് നിങ്ങൾ. എന്തായാലും എന്റെ പൊന്നു രണാസുന, ഞാൻ പറഞ്ഞ എന്റെ പൊന്നു രണാസുന, നിങ്ങൾ എവിടെയെങ്കിലും 4 വാക്ക് പറ. ഇന്ന് ആമയായിട്ടിരുന്ന പോരാ, ജയിക്കൂല. അവർ ചുമ്മാ പൈസ എന്തെങ്കിലും കണ്ടന്റ് നമ്മളിവിടെ താങ്കളുടെ കണ്ടന്റ് കൊണ്ടാണ് ജീവിക്കുന്നത് പലരും പറഞ്ഞത് തന്നെ. നിങ്ങളൊരു കണ്ടന്റ് നമ്മൾ ജീവിക്കും, ഒരു കണ്ടന്റ് അത് വാ തുറന്നൊരു 5 മിനിറ്റ് സംസാരിക്കും, നിങ്ങൾ ജയിക്കും. ഈ അപ്പാനി ശരത്ത് ഇപ്പോ ഈ രണാസുനയുടെ അടുത്തിരുന്ന് ഇങ്ങനെ ന്യായം പറയണം, നീ അറിയണം എന്നെ അവനെ പറ്റി ഇങ്ങനെ പറയുന്നത്. കാരണം എന്നറിയാമോ, രണാസുന ഈ വട്ടം എന്തില്ല, നോമിനേഷനിൽ ഇല്ല, അപ്പാനി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ രണാസുനയുടെ ഫാൻസിന്റെ വോട്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു മിഥ്യയായ ധാരണയാണ് ഇവിടെ നടക്കുന്നത്. രണാസുന നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.